അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സഹായം ലഭിക്കുന്നതിനാൽ മികച്ച സാമ്പത്തിക ഭദ്രത നേടിയ രാജ്യമാണ് ഇസ്രായേൽ. ഗൾഫിലേതുൾപ്പെടെ അറബ് രാജ്യങ്ങളുമായും ഇസ്രായേൽ സഹകരണത്തിന് തുടക്കമിട്ടിരുന്നു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുമായി നിലവിൽ വന്ന അബ്രഹാം കരാർ ഇതിന്റെ ഭാഗമാണ്. സൗദിയുമായും കരാർ ചർച്ചകൾ നടന്നിരുന്നു. പ്രതിരോധം, ടൂറിസം, കാർഷികം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിലെല്ലാം വലിയ കുതിപ്പ് നടത്തിയ ഇസ്രായേലിന് അപ്രതീക്ഷിത തിരിച്ചടി ആദ്യം നൽകിയത് ഗാസയിലെ ഹമാസ് ആണ്. കഴിഞ്ഞ ഒക്ടോബർ 7 അതിർത്തി കടന്ന് ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു ഹമാസ്. 1200ഓളം ഇസ്രായേലികൾ കൊല്ലപ്പെട്ട ഈ സംഭവത്തിന് ശേഷം ചിത്രം മറ്റൊന്നായി. ഇതിന്റെ പുതിയ കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേൽ GDP തകർന്നിരിക്കുന്നുവെന്നാണ് പുതിയ കണക്കുകൾ. ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകളാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2023 അവസാന പാദത്തിൽ 19.4% ഇടിവാണ് GDPയിലുണ്ടായത്. 2020 ശേഷം ഇത്രയും തകർച്ച ഇസ്രായേൽ നേരിടുന്നത് ആദ്യമായാണത്രേ. അതേസമയം 2023 മൊത്തം കണക്ക് നോക്കിയാൽ 2% GDP വളർന്നിരിക്കുകയാണ്. ഹമാസിന്റെ ആക്രമണം നടന്ന ശേഷമാണ് ഇസ്രായേൽ സാമ്പത്തികമായി തകരാൻ തുടങ്ങിയത് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ബാങ്ക് ഓഫ് ഇസ്രായേലിന്റെ പ്രവചനപ്രകാരം 2023 സാമ്പത്തിക രംഗം 2.3% വളർച്ച വരേണ്ടതാണ്. ഇതാണ് 2% ഒതുങ്ങിയത്. മാത്രമല്ല, അവസാന പാദത്തിൽ വലിയ നഷ്ടം നേരിടുകയും ചെയ്തു. നിക്ഷേപ തോത് 70% ഇടിയുകയും ചെയ്തു. ഇസ്രായേലിന്റെ കയറ്റുമതി 18.3% ഇടിഞ്ഞു. ഇറക്കുമതി 42.4%. വിമാനങ്ങൾ സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചതാണ് കയറ്റുമതിയും ഇറക്കുമതിയും പ്രതിസന്ധിയിലാകാൻ കാരണം. ചരക്കു കപ്പലുകൾ ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് നിർത്തിവെച്ചതും തിരിച്ചടിയായി. ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾ യമനിലെ ഹൂതി വിമതർ ആക്രമിക്കുകയാണ്. ഇതോടെ ഇസ്രായേലിലേക്ക് വരുന്ന ചരക്ക് കപ്പലുകൾ പിന്നോക്കം പോയി. മാത്രമല്ല, വരാൻ തയ്യാറായ കപ്പലുകളാകട്ടെ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയർത്തുകയും ചെയ്തു. ചെങ്കടൽ ഒഴിവാക്കി ആഫ്രിക്ക വഴി കപ്പലുകൾ വരാൻ തുടങ്ങിയതോടെ ചെലവ് വർദ്ധിച്ചു. ഇതെല്ലാം ഇസ്രായേലിൽ വിലക്കയറ്റത്തിനിടയാക്കി. ഇസ്രായേലിൽ ജോലി ചെയ്തിരുന്ന വലിയൊരു വിഭാഗം പാലസ്തീൻകാരായിരുന്നു. യുദ്ധം തുടങ്ങിയതോടെ ഇവർക്ക് ജോലിക്ക് വരാൻ പറ്റാതായി. ഇത് തൊഴിൽ വിപണിയെയും ശരിക്കും ബാധിച്ചു. ഇന്ത്യയിൽ നിന്നുൾപ്പെടെ ഇസ്രായേലിലേക്ക് ജോലി തേടി പോകുന്ന നിരവധി പേരുണ്ട്. യുദ്ധം തുടരുന്നതിനാൽ ജോലി തേടുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. ഇസ്രായേലിലെ ഹൈഫ തുറമുഖം പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കുന്നില്ല. ഹമാസിനെ പരാജയപ്പെടുത്താനോ ഹമാസ് നേതാക്കളെ പിടികൂടാനോ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമില്ല. യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത്. ഇതിനകം 30,000-ലധികം പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്.